പത്തിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ മാവ് കുഴക്കലും പരത്തലുമൊക്കെയാണ് മനസ്സിൽ ഓർമ്മ വരിക അല്ലേ? എന്നാൽ അത്രയൊന്നും ബുദ്ധിമുട്ടാതെ അതേ സ്വാദുള്ള പത്തിരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിലും ഡിന്നറിലുമൊക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഒന്ന് കണ്ടു നോക്കൂ. ഇത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന അപ്പം, ഇടിയപ്പം, പത്തിരി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന അതേ പൊടി തന്നെയാണ്, വറുത്ത അരിപ്പൊടി. സാധാരണ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് മിക്സ് ചെയ്യുകയും കുഴയ്ക്കുകയൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇത് അതിലും എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ്. ഒന്ന് ചെയ്തു നോക്കൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം, ആ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് ഈ പച്ചവെള്ളത്തിൽ തന്നെ ഇത് നല്ലപോലെ കലങ്ങി കിട്ടും. അങ്ങനെ നല്ലോണം കലക്കിയ ശേഷം വേണം നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാൻ. ഒരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, നമ്മുടെ മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ. ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോൾ തന്നെ നമുക്കിത് നല്ലപോലെ കലങ്ങി കിട്ടും. അതിനുശേഷം ഇത് അടുപ്പിൽ വയ്ക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇതുവരെ ഈ രീതിയിൽ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ പാൻ അടുപ്പിലേക്ക് മാറ്റാം. ആദ്യം തീ കൂട്ടി വയ്ക്കാം. ഇത് തിളച്ച് വരുമ്പോൾ മാവ് കട്ടിയായി തുടങ്ങും. ആ സ്റ്റേജിൽ തീ നല്ലപോലെ കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ബലം പിടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. മാവ് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നല്ലപോലെ കട്ടിയായി തുടങ്ങും. പത്തിരി ഉണ്ടാക്കാൻ ആദ്യമൊക്കെ എനിക്കും വലിയ മടിയായിരുന്നു. പക്ഷേ ഈ ഒരു രീതി പഠിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടവുമാണ്, നല്ല ഹെൽത്തിയുമാണ്, ചൂടാറിയാലും കഴിക്കാനും എളുപ്പമാണ്. അതാ നമ്മുടെ മാവ് നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. ആ വെള്ളം കംപ്ലീറ്റ് വറ്റി ഇതുപോലെ കട്ടിയാവണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഉടനെ തന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ഇതേ പാനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചൂടിൽ അടിവശം നല്ലപോലെ മുരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് വേറെ കുഴയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂട് കളയാതെ അടച്ചു വെച്ചാൽ മതി. ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്ത് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ പത്തിരി ഉണ്ടാക്കുന്നതാണ് നല്ലത്. മാവ് കുഴച്ച് അധികം സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഈ അരിപ്പൊടി വാങ്ങിച്ച അതേ കവർ തന്നെയാണ്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. കട്ടിയുള്ള ഏത് കവർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം മാവെടുത്തൊന്ന് ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. കൈകൊണ്ടൊന്നും കുഴച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മാവ് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ക്രാക്സ് ഒന്നുമില്ലാതെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാം. ഇത് വെളിച്ചെണ്ണ പുരട്ടിയ ആ ഷീറ്റിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മടക്കി വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള പ്ലേറ്റ് അല്പം വലുതാണെന്നേ ഉള്ളൂ, ചെറിയ പ്ലേറ്റ് ആയാലും മതി. തുറന്നു നോക്കിയിട്ട് നമുക്ക് പാകത്തിനായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അമർത്തി കൊടുക്കാം. എല്ലാ വശവും ഒരുപോലെ തിക്നെസ് വരണം. ഒരുപാട് ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ ഇത് പരന്ന് കിട്ടും. ഇപ്പം നല്ല കറക്റ്റായിട്ടുണ്ട്. ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടാവുമ്പോൾ ഇത് ഡയറക്റ്റായിട്ട് പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ട് ഇട്ടാൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പാനിലേക്ക് ഇടാൻ പറ്റും. പാനിന് നല്ല ചൂട് വേണം. ആ ചൂടിലിരുന്ന് ഇത് നല്ല കുക്കായി വരട്ടെ. ഒരു സൈഡ് നല്ല പോലെ ആയതിനു ശേഷം മാത്രം തിരിച്ചിടുക. ഇല്ലെങ്കിൽ വറുത്ത അരിപ്പൊടിയല്ലേ, പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ഇതുപോലെ ചെറിയ ബബിൾസൊക്കെ വന്നു തുടങ്ങുമ്പോൾ മറിച്ചിടാം. നല്ലവണ്ണം പൊങ്ങിയൊക്കെ വരും.
നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി പരിപാടിയാണ്. ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടി തിരിച്ചിടാം. പത്തിരി ഒരുപാട് മൊരിഞ്ഞ ബ്രൗൺ കളറൊന്നും ആവണ്ട. പത്തിരിയുടെ കളറ് വൈറ്റ് ആണല്ലോ, ആ കളറ് പോകാതെ ശ്രദ്ധിക്കുക. ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി റെഡി. മാവ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് ഇത് ഒരുപാട് സമയം കല്ലിലിടേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങളുടെ മാവിന് ക്രാക്സ് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. മാവൊന്ന് തള്ളവിരലുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കുക, എന്നിട്ട് ഉരുട്ടുക. മൊത്തത്തിൽ ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മാവ് ഷീറ്റിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കുക, നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടത്തക്ക വിധത്തിൽ വേണം വെച്ചു കൊടുക്കാൻ. ഇനി രണ്ടടുപ്പിലും 2 പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ പത്തിരിക്ക് പ്രത്യേകിച്ച് കറികൾ വേണമെന്നൊന്നുമില്ല. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നല്ല തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലായാലും നല്ലത് തന്നെ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും, കഴിക്കാൻ നല്ല സുഖമാണ്. കണ്ടോ, നല്ല സൂപ്പർ പഫി ആയിട്ടുള്ള പത്തിരി നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഏതിന് വേണമെങ്കിലും നമുക്ക് ഈ ഈസി പത്തിരി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.